ഞാനിപ്പോ വരാം. അണ്ണാ ആ റൂബി, ചെക്കന്മാരുടെ കൂടെ നീയും പോണം, അല്ലെങ്കിൽ ശരിയാവില്ല. അവന്മാർക്ക് സംസാരിക്കാൻ അറിയില്ല. ഇന്ന് എന്നെ ക്യാഷ് കിട്ടണം. ആവശ്യമുണ്ടെങ്കിൽ ചെക്കന്മാർ ഉപയോഗിച്ചോ, വരുന്നൊക്കെ ഞാൻ നോക്കിക്കോളൂ. ഓക്കെ, എനിക്ക് എക്സാം ഉണ്ട്. കോളേജ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി, കുഴപ്പമില്ല. ഓക്കെ. റോബി, ഒരു പാട്ട് പാടടി. പാട്ടാ? റോബി വളക്കൊണ്ട് എന്താ നിന്റെ പ്രോബ്ലം? നിനക്ക് എക്സാം അല്ലേ? അതിന് ഇരുന്ന് പഠിക്കുന്നാല്. ഇന്ന് ഏതാ എക്സാം? അത് നിനക്കാണോ എനിക്കാണോ അറിയാ? എൻ്റെ ബുക്ക് ഇവിടെ, പോയി നോക്ക്. ഇത് കുറെ പഠിക്കാനുണ്ടല്ലോ. ഇതെന്താ ഇതൊക്കെ? എന്താ ഇതിലെന്തോ ബുക്സ് ആണ്, ഇവർക്ക് പിക്ചേഴ്സ് ഒക്കെ വെച്ചൂടെ? ഇതൊന്നും എനിക്ക് ശരിയാവില്ല. ഞാൻ എനിക്ക് വേണ്ടത് പഠിച്ചാൽ പോരെ. നിനക്ക് എന്താ ആവശ്യം? ഡ്രഗ്സ് ഉണ്ടാക്കുന്ന ലെസൺസ് ആണോ? നീ വെറുതെ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ. നീ പഠിക്ക്. ഇങ്ങോട്ട് റൂബി. ഐഷു, റൂബി ഫുഡ് കഴിച്ചോ? നീ എന്റെ ബ്രൗണി എടുത്ത് കഴിച്ചോ? എന്താടാ? ഏയ് ഒന്നുമില്ല. അയ്യോ മുണ്ടല്ലേ. ഇങ്ങോട്ട് വാ, എണീക്ക്, ഇങ്ങോട്ട് വാ. ചിരി നിർത്തും. നല്ല മോളല്ലേ, ചിരിക്കില്ലേ? ക്യൂട്ട് റൂബി. നല്ല മോളല്ല, അടങ്ങിയിരിക്കും. നമുക്കൊന്ന് ലൈബ്രറി പോകാം. സർ, സർ പ്ലീസ് ഹെൽപ്പ്. സർ, അവളെന്റെ ബാഗിൽ നിന്ന് ബ്രൗണി എടുത്ത് കഴിച്ചു. ബ്രൗണിയോ? അവളെന്റെ ബാഗിൽ നിന്ന് ബ്രൗണി എടുത്ത് കഴിച്ചു. ബ്രൗണിയോ? എനിക്ക് ഫ്രണ്ട്സ് തന്ന ബ്രൗണി. സാറ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിനെ. ഒരു സെൽഫി എടുക്കാം, ഒരു സെൽഫി. ആയിഷ, എന്ത് ബ്രൗണി? അവരെന്തൊക്കെയോ മിക്സ് ചെയ്തിട്ട് ഉള്ള. സർ, സത്യമായിട്ട് ഞാൻ എല്ലാം നിർത്തിയതാ സർ. ഇത് മാനേജ്മെന്റ് അറിഞ്ഞാലുണ്ട് സർ. ഞാൻ കംപ്ലീറ്റ് നിർത്തിയതാ സർ. അവര് ബാഗ് കൊണ്ട് വെച്ചത് സർ. പ്ലീസ് സർ, എനിക്ക് ഒരു ചാൻസ് തരണം പ്ലീസ്. സർ, ഞാൻ നിർത്തിയതാ സത്യമായിട്ട് സർ. പ്ലീസ് സർ, പ്ലീസ് ഹെൽപ്പ്. ഇപ്പോൾ ഒന്ന് നോക്ക് സർ, കുറച്ചേരം പ്ലീസ് സർ. ഒന്ന് അവളവിടെ എടുത്ത് ക്ലാസ്സിൽ പോയ സീനാണ് സർ. അവിടെ ഇരിക്കും പെണ്ണെ, അവൾ അവിടെ ഇരുത്ത്. മോൾ സാറിൻ്റെ അടുത്ത് ഇരിക്കട്ടോ. റൂബി ഇപ്പം വരാം. സർ, ഞാനങ്ങോട്ട്. നീ ചെല്ല്. ബിന്ദു മാമ ചെയ്താറ്. റൂബി ഇപ്പൊ വരും. റൂബി നല്ല മോള. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ വീട്ടിൽ മാങ്ങ ഉണ്ട്. സാറിന് വേണോ മാങ്ങ? വേണ്ട, ഇപ്പൊ വേണ്ട. സാറിന് ഞാൻ കുറെ മാങ്ങ കൊണ്ട് തട്ടെ? വേണ്ട, എനിക്ക് മാങ്ങ ഇഷ്ടല്ല.
നല്ല കൈ. അടങ്ങിയിരിക്ക ഐഷ. എന്തിനാ കരയുന്നേ? സർ കൈ പിടിക്കാൻ സമ്മതിക്കുന്നില്ല. കൈ ഒന്നും പിടിക്കണ്ട. കരയല്ലേന്ന്. അതാ പിടിക്കാം. കൈ ഇങ്ങോട്ട് കൊണ്ടോ, ഞാൻ പിടിക്കാം. കൈ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പിടിക്കാം. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? അവിടെ കിടക്ക്. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. അപ്പൊ ഇതാണല്ലേ റൂബി? ആ ഇതാണ് റൂബി. എന്തേ? നീ ഏതാ? നിന്നോട് ആരെങ്കിലും നീ ഏതാടാ? എന്റെ ഫ്രണ്ടിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ സംസാരിക്കും. നീ നിന്റെ പണി നോക്കി പോടി. നീ വാടാ. ആയിഷു दर बदर में शामो सहर तूने ठहरना सिखा दिया मुझे तमन्ना थी इश्क की और खुदा ने तुझसे मिला दिया मेरी हर सांस को भी. എന്തേ മോള് പോണില്ലേ? എല്ലാരും പോയി വീട്ടിൽ പോകാൻ നോക്ക്. എന്തിനാ ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്ന? ഈ സാറിന് ഒട്ടും റൊമാൻസ് വരൂലേ? മോക്ക് എന്നെ റൊമാൻസ് കാണണം? മോൾ എന്തിനാ ക്ലാസ്സിലിരുന്നേ? പഠിക്കാനാണോ എൻ്റെ റൊമാൻസ് ആണോ? ഇത്ര റൊമാൻസ് മതിയോ? ഇതിലും കൂടുതലാണോ? സീനെ 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 തൊട്ടതെല്ലാം സീനെ മാണ് 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 ഉന്നോട് കാഫീനെ ഗാന 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 പാത്താലെ ഞാൻ ഗാന കൊണ്ടാനെ കണ്ടാലെ കുത്താമ കുത്താതെ നീ ഒന്നെ തന്നാലും പത്താതെ നീ റോജാപ്പൂ തികത്ത രാജാ ഞാൻ സാഞ്ചി എന്താ എന്നെ ഇങ്ങനെ ശല്യം ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ല, പറഞ്ഞിട്ടില്ല. താനതങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് പറയുന്നില്ലല്ലോ. തനിക്ക് ഇത്രയും ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്, താൻ എന്താ പറയാത്തത്? അതൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ കേൾക്കണ്ടെന്ന് പറഞ്ഞേ? ഞാൻ കേട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, താൻ ശ്രദ്ധിച്ചു കാണൂല. അന്ന് ഇപ്പൊ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് പറ. നീ പറയുന്ന അനുസരിക്കാൻ ഞാൻ തന്നെ നിന്റെ ബോയ് ഫ്രണ്ടാ. ബോയ് ഫ്രണ്ട് അല്ല. പ്രാക്ടിക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. എനിക്കും പ്രാക്ടിക്കലാണ് ഇഷ്ടം. എന്ത് ചീവെള്ളമാണോ? Aisha, meet me in the library. ഇപ്പൊ തന്നെ. സർ, എന്താ നീ ചെയ്യുന്ന കോളേജിൽ വന്നിട്ട്? വായി നോക്കി നടക്കാനോ? അതിനാണോ നീ കോളേജിൽ വരുന്നത്? നിന്റെ റിസൾട്ട്സ് ഒക്കെ ഞാൻ കണ്ടു. മാർക്സ് ഒക്കെ താഴോട്ടാണല്ലോ. സർ, ഐ എം ട്രൈങ്. എങ്ങനെ പഠിക്കാൻ പറ്റും? നിന്റെ മനസ്സിൽ മൊത്തം വേറെ പല ചിന്തകളല്ലേ? ആയിഷ, ഇനി ഉഴപ്പ് കണ്ട ഞാൻ റിപ്പോർട്ട് ചെയ്യും. സർ, എന്തിനിപ്പോൾ ഇത്ര റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തേ? എൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുക. ഇതൊക്കെ ആരും അറിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നെ പറ്റി അവരെന്തൊക്കെ പറയും?
എൻ്റെ ഫ്യൂച്ചർ വെച്ചാണ് നീ കളിക്കുന്നത്. സ്നേഹ അഭിനയിക്കുകയാണ് നീ. നിനക്ക് വാശിയാണ്. ബാക്കി എല്ലാ ബോയ്സിനെയും പോലെ ഞാനൊരു കുട്ടിക്കളി. നിർത്തിക്കോ, എല്ലാം എന്നത്തോടെ നിർത്തിക്കോ, അല്ലെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും. നീ വിചാരിക്കുന്ന പോലെ ഒരു ഫീലിങ്സും എനിക്ക് നിന്നോടില്ല. അത് നിന്നോട് പല പ്രാവശ്യം ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. നിന്നെ ഞാൻ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കുന്ന സെയിം കെയറാണ് ഞാൻ നിനക്ക് തന്നിട്ടുള്ളൂ. എല്ലാവർക്കും കൊടുക്കുന്ന പരിഗണന മാത്രമേ ഞാൻ നിനക്ക് തന്നിട്ടുള്ളൂ. അത് വേറെ രീതിയിൽ എടുക്കരുത്. എന്നിട്ട് ഈ പറയുന്ന എത്ര സ്റ്റുഡൻസിന് വേണ്ടി സാർ കരിയർ റിസ്ക് ചെയ്തിട്ടുണ്ട്? ബാക്കിയുള്ള ബോയ്സിനെ പോലെ ഞാൻ എൻ്റെ ലൈഫിൽ ഒരാളുടെ ബാക്കിൽ അടങ്ങിയിട്ടില്ല. എൻ്റെ അടുത്ത് ഒരാളും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഞാൻ ചാൻസ് കൊടുക്കാറില്ല. ഞാൻ കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചത് എനിക്ക് വേണ്ടിയല്ല, നീ നിനക്ക് വേണ്ടിയാ പഠിക്കേണ്ടത്. ഞാൻ പഠിച്ചോളാം. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളും. ഞാൻ പഠിച്ചാലും ഇല്ലേലും എന്റെ ഫ്യൂച്ചർ പോയാലും സാറിനെന്താ? സാർ എന്തിനാ എന്റെ കാര്യം നോക്കുന്നത്? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ബാപ്പ വീട്ടിൽ കല്യാണം നോക്കുന്നുണ്ട്. എന്തായാലും ഞാൻ കല്യാണം കഴിച്ചു പോയിക്കോളാം. സാറിന് വേണ്ടി ഇനി എന്തായാലും വെയിറ്റ് ചെയ്യണ്ടല്ലോ. എടുത്തിയടി കല്യാണം കഴിക്കുന്നതാണ് ഇതിന്റെ സൊല്യൂഷൻ. നാളെ ആരും നിന്റെ കൂടെ ഉണ്ടാവില്ല ആയിഷ. അപ്പൊ നീ എങ്ങനെ സർവൈവ് ചെയ്യും? നിന്റെ ഫ്യൂച്ചർ നീ ഇല്ലാണ്ടാക്കരുത്. എന്റെ ഫ്യൂച്ചർ ആയിരുന്നില്ലല്ലോ സാർ. സാറിന്റെ ഫ്യൂച്ചർ അല്ലേ പറഞ്ഞേ? പൊസിഷനിലിരുന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് സാറിന് തെറ്റു പറയാൻ പറ്റില്ലല്ലോ ഐഷ. അതിനിങ്ങനെ കാണിച്ചു വരയില്ലാണ്ട് സംസാരിക്കണ റൂബി. എനിക്ക് ബാക്കിയുള്ള ബോയ്സിനെ പോലാണ് ഇത്ര. എനിക്കാരെ കിട്ടാനിട്ടാണോ? അതൊന്നും സാർ ഉള്ളിൽ തട്ടി പറഞ്ഞതാവില്ല. നീ ഒന്ന് റിലാക്സ് ചെയ്യ്. ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റൂബി. എനിക്ക് സ്വിച്ച് ഇട്ട് പോലെ ഫീലിങ്സ് ഒഴിവാക്കാൻ പറ്റുമോ? ഇഷ്ടപ്പെട്ട ആളാണ്. ഈ ഫീലിങ്സ് ഉണ്ടല്ലോ ഭയങ്കര പെയിൻഫുൾ. എടാ തന്റെ പ്രോബ്ലം എന്താ? റൂബി, ഞാൻ അവിടുത്തെ ഒരു പ്രൊഫസറാണ്. സോറി. സാറിന്റെ പ്രോബ്ലം എന്താ? ഇത്രക്കൊക്കെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അവൾ ഉഴപ്പി നടക്കുന്നൊന്നുമില്ല. ഞാൻ കാണുന്നത് അവൾ പഠിക്കാൻ ട്രൈ ചെയ്യുന്നത്. പിന്നെ ഒരുമാതിരി വേറെ ബോയ്സ് അത് ഇത് ഒരുമാതിരി ചീപ്പ്. ഇത്രയും ചീപ്പായിട്ട് സംസാരിക്കേണ്ട ആവശ്യം എന്തായിരുന്നു സാറിന്? അവളെ ഇത്രയും ഹേർട്ട് ചെയ്യണമായിരുന്നോ? അത്രയെങ്കിലും പറഞ്ഞാൽ അവൾക്ക് എന്നോടൊരു ദേഷ്യം വരും. അപ്പോൾ അവളായിട്ട് എന്നെ ഒഴിവാക്കി പോയിക്കോളൂ. വാട്ട് ആർ യു ട്രൈയിങ് ടു ഡു? ഇത് നോക്ക്. ഇതാരയച്ചതാ? ആരാന്നറിയില്ല, എവിടുന്നാന്നും അറിയില്ല. ഈ പിക്ക് മാത്രം, വേറെ മെസ്സേജസ് ഒന്നുമില്ല. ഞാൻ എനിക്കറിയുന്ന ആപ്പിൽ മൊത്തം നോക്കി. ആരാ അയച്ചതെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അത് ആരാ അയച്ചതെന്ന് ആ നമ്പർ ആരുടെയാന്നൊക്കെ ഞാൻ കണ്ടുപിടിക്കാം. നീ അങ്ങനെ? അതിനൊക്കെ എൻ്റെ കയ്യിൽ ആളുണ്ട്. എന്താ അവരുടെ ഉദ്ദേശം? അറിയില്ല. അവളിത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ തപ്പി കിടക്കും. എങ്ങാനും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരായിട്ട് വഴക്കുണ്ടാക്കും. അത് അവളുടെ ഫ്യൂച്ചറിനെ തന്നെയല്ലേ ബാധിക്കുക. നല്ല കഴിവുള്ള കുട്ടിയാണ്, അവൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. അവളായിട്ട് അത് നശിപ്പിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യത്തിലൊന്നല്ല അവൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുക. അത് നിർത്തിക്കണം ആദ്യം. അതിനെ എന്നാണ് വെറുപ്പിച്ചത്. സാർ അവളെ വെറുപ്പിക്കാൻ നോക്കിയിട്ട് അവൾ ആകെ തകർന്ന അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ അവൾ ഫ്യൂച്ചർ നോക്കുന്നാണോ പറയുന്നത്? ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? സാർ ആ ഫോട്ടോയുടെ കാര്യം വിട്ടേക്ക്. അത് ഞാൻ ഡീൽ ചെയ്തോളൂ. പുറത്തു വരില്ല. റൂബി, വെറുതെ വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും പോയി ചാടണ്ട കേട്ടോ. ഇതാണ് നിങ്ങളെ രണ്ടാളെ അറിയിച്ചാലുള്ള കുഴപ്പം. അതൊന്നുമില്ല സാർ, ടെൻഷൻ ആവണ്ട. കോളേജിലെ CCTV ചെക്ക് ചെയ്യണം.
നീ എന്തൊക്കെയാ പറയുന്നത് റൂബി? നീ വിചാരിക്കുന്ന പോലെ കോളേജിലെ CCTV ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റുമോ? രാത്രി കയറാം. നിനക്ക് വട്ടാണ് റൂബി, നീ എന്തൊക്കെയാ പറയുന്നത്? പിന്നെ പുറത്ത് സതീഷ് ഏട്ടനൊക്കെ ഉണ്ടാവില്ലേ, നീ എങ്ങനെ കയറാ? സതീഷ് ഏട്ടൻ ഉറങ്ങുന്ന ടൈമൊക്കെ എനിക്കറിയാം. സതീഷ് ഏട്ടൻ്റെ അടുത്തുനിന്ന് കീ പൊക്കണം. റൂബി, പൊക്കിയ ലൈഫ് കഴിഞ്ഞിട്ടോ, പൊക്കാണ്ടിരുന്നാൽ പോരെ. റൂബി, നീ വേണമെങ്കിൽ ജോയിൻ ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് പോവും. ഒറ്റയ്ക്കാ? ഞാൻ വരാം. അതാകുമ്പോൾ നീ പുറത്ത് വാച്ച് നിന്നാൽ മതി. കയ്യും കാലും വരക്കുന്നു എനിക്കിപ്പോൾ തന്നെ. ഒന്നും സംഭവിക്കില്ല, നീ സമാധാനമായിട്ടിരി. നമ്മുടെ ബാക്കിലെ ഗേറ്റിൻ്റെ അടുത്ത് ചെറിയ മതിലല്ലേ? ആ, എന്തേ? ബാക്കിലെ മതിൽ വഴി ചാടാം. പിന്നെ ഈ CCTV ഫുട്ടേജ് എടുക്കാനായി പാസ്വേഡൊക്കെ വേണ്ടി വരൂലേ? ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റിയാൽ എൻ്റെ ഫ്രണ്ട് ഓപ്പൺ ആക്കി തരും. റൂബി, എനിക്ക് പേടിയാവുണ്ട് കേട്ടോ. സതീഷേട്ട ഉറങ്ങി. നീ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടോ? നിനക്ക് അങ്ങനെ അറിയാം സതീഷേട്ട ഉറങ്ങുന്ന ടൈമൊക്കെ? അതൊക്കെ എനിക്കറിയാം. നീ ഇവിടുന്ന് വാച്ച് ചെയ്യ്, ഞാൻ പോയി കീ വെക്കാം. അഥവാ ആരേലും വന്നാൽ നീ ഓടിക്കും. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളൂ. നീ എന്തൊക്കെയാ പറയുന്നത്? നിന്നെ വിട്ടിട്ട് ഞാൻ ഓടൂല. എന്നാൽ നീ ഇവിടെ നിൽക്ക്, വാച്ചേ. നമ്മളിതൊക്കെ എത്ര ചെയ്തതാ. ഇപ്പോൾ നീ ഒന്ന് അടങ്ങി നിൽക്ക ആയിഷ. നിനക്ക് ഇപ്പോൾ പോയിട്ട് വരാം. എടാ, ഇതിൻ്റെ ഏത് ഭാഗം അയക്കണ്ടേ? ആ, ഓക്കെ. ഹായ് സൗമ്യ. എന്നറിയോ, ഞാൻ ആയിഷയുടെ ഫ്രണ്ടാ. ആയിഷ നിൻ്റെ ക്ലാസ്മേറ്റ്. ഞാൻ വേറെ ക്ലാസ്സാണ്. സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറ് സൗമ്യ ഫോട്ടോ അയച്ചു കൊടുത്ത കാര്യം പറഞ്ഞിരുന്നു. ഹക്കീമിനെ അറിയോ? ഹക്കീമിൻ്റെ ഫ്രണ്ടാണല്ലേ? ഏതാ ഹക്കീം? ഹക്കീം തനിക്കും ഫ്രണ്ട്സിനും ഹക്കീം എന്തൊക്കെ സാധനങ്ങളൊക്കെ എത്തിച്ചേരാറില്ലേ? ഞാൻ ആരോടും പറയാനൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. എനിക്കറിയായിരുന്നു ഹക്കീമിനെ. ഞാൻ ഇപ്പോൾ ഫുൾ എല്ലാം നിർത്തി നന്നായതാ. ഇത് വീട്ടിലൊന്നും അറിയില്ലല്ലോ അല്ലേ? ഹക്കീമിനെ അറിയുന്നതും ഹക്കീം സാധനം കൊണ്ടു തരുന്നതൊക്കെ ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ ആരെങ്കിലും സ്കെച്ചിടണ അവരെൻ്റെ ഫ്രണ്ട്സിനെ വല്ലതും ചെയ്യണം. സൗമ്യ ഇപ്പം എൻ്റെ ഫ്രണ്ട്സിന് ആരെയും ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ എന്തിനു സൗമ്യയുടെ കാര്യം വീട്ടിൽ പറയണം? ഇതൊന്നും നല്ലതല്ല കേട്ടോ. സൗമ്യ നിർത്താൻ ട്രൈ ചെയ്യണം. ഫ്യൂച്ചറാണ് പോവും കംപ്ലീറ്റ്ലി. അത് സാധനമൊന്നും വാങ്ങി യൂസ് ചെയ്യരുത്. ഇപ്പം കാണാം സൗമ്യ. മുട്ട വറുത്തൊക്കെ ഉണ്ടല്ലോ, കഴി കാണാം.
നീ എന്നെങ്കിലും കാര്യം ക്ലിയർ ആയിട്ട് പറ. നീ CCTV-യിൽ ആരെ തപ്പി പോയതാ? എന്ത് ഫോട്ടോ ആരയച്ചു? റൂബി, നീ എന്നെങ്കിലും കാര്യം ക്ലിയർ ആയിട്ട് പറ. നീ CCTV-യിൽ ആരെ തപ്പി പോയതാ? എന്ത് ഫോട്ടോ ആരയച്ചു? എൻ്റെ വാട്സാപ്പിലേക്ക് അൺനോൺ നമ്പറിൽ നിന്ന് ഒരു ഫോട്ടോ വന്നു. എന്ത് ഫോട്ടോ? അത് നീയും സാറും. ഞാനും സാർ? നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. അതേത് ഫോട്ടോ? ക്ലാസ്സിൽ നിന്ന്. ഫോട്ടോ കണ്ടിട്ട് സാർ എന്നെ ഗസ് ചെയ്യാൻ വരുന്ന പോലെ ഉണ്ട്. അതാരും ഫോട്ടോ എടുത്തേ? അതൊന്നും ഇപ്പം നീ അറിയണ്ട, ഞാനൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ട്. നീ എന്ത് ഡീൽ ചെയ്തു? ആ ഫോട്ടോ നിനക്ക് അയച്ചിട്ട് അവരെന്താ പറഞ്ഞേ? എന്താ അവരുടെ ഉദ്ദേശം? അതെന്തിനാ അവർ നിനക്ക് അയച്ചേ? ഒന്നുമില്ല, അവർ ജസ്റ്റ് ഐ തിങ്ക് ഒന്ന് പേടിപ്പിക്കാനാവും. എൻ്റെ ഫോട്ടോ അവർ നിനക്കാണോ അയക്കുക? എന്നെ പേടിപ്പിക്കാൻ? അതിപ്പം നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ, അപ്പം എന്നെ ഒന്ന് വരട്ടാൻ. നിന്നെ വരട്ടാൻ ഇവിടെ ഇപ്പം ആർക്കാ ധൈര്യം? നീ കാര്യം ക്ലിയർ ആയിട്ട് പറ റൂബി. എന്തിനാ അവർ ഫോട്ടോ നിനക്ക് അയച്ചേ? നീ ആളെ പറ റൂബി. ഐഷു, ഞാൻ നല്ല വൃത്തിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി നീ പോയി ഒരു സീൻ ഉണ്ടാക്കി ആകെ പ്രശ്നമാക്കി, അത് സാറിനാണ് ഏറ്റവും കൂടുതൽ മോശമായിട്ട് വരിക. എന്നാ നീ എനിക്കൊരു ക്ലൂ എങ്കിലും താ. എൻ്റെ ക്ലാസ്സിലാണോ? ഒരു ക്ലൂ ഇപ്പം തരാൻ പറ്റൂല. ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ഡീൽ ചെയ്തു, അത് വിട്ടേക്ക്. എനിക്ക് ജസ്റ്റ് അവരുടെ അടുത്ത് പോയിട്ട് എന്തിനാ ഫോട്ടോ അയച്ചതെന്ന് ജസ്റ്റ് ചോദിക്കാനാ, വേറെ ഒന്നും ഞാൻ ചെയ്യൂല. നീ ഐഷയല്ലേ? ഖാലിദിന്റെ മോൾ ഐഷയല്ലേ നീ? ആ, ഇനി വല്ല ഫോട്ടോ അയക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ആളെ കാണിച്ചു തരാം. സാർ അറിയോ? ഇല്ല, സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. എടാ, സീനാവോ? ഇല്ലടാ, ഞാൻ ഡീൽ ചെയ്തെന്ന് പറഞ്ഞില്ലേ, സീനൊന്നും ഇനി ഉണ്ടാവില്ല. ഇനി അവരെ ആരെങ്കിലും ത്രെട്ടൻ ചെയ്താൽ പോലും അവരതൊന്നും പുറത്ത് കാണിക്കില്ല. ഡോണ്ട് വറി. ആ, സാർ എവിടെ? ഞാൻ പള്ളിയില. ആ, സാറിനൊന്ന് കാണണം. ഞാൻ അവിടെ വരാം. സാർ ലൊക്കേഷനാക്കി. ഈ രാത്രി ഒറ്റക്കോ? അതൊന്നും വേണ്ട. ഒറ്റക്കല്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ. പള്ളിയുടെ അടുത്തൊരു കഫേ ഉണ്ട്, ഞാൻ അവിടെ ഉണ്ടാവും. ലൊക്കേഷൻ ഞാൻ അവിടെ. ഓക്കെ, നിങ്ങളവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ സാറിനെ കണ്ടിട്ട് വരാം. ഓക്കെ. സാറിന് സൗമ്യ അറിയാം? ആ, അറിയാം. ആ പാമ്പ് പിടിച്ച വച്ചല്ലേ, അവൾക്ക് എന്ത് പറ്റി? അവൾക്കൊന്നും പറ്റിയില്ല. അവൾ കാരണം സാറിന് പറ്റിയാണ്. വാട്ട് യു മീൻ? അവളാണ് ഫോട്ടോ അയച്ചത്. അവളോ? എന്തിന്? സാർ ഒടുക്കത്തെ ലുക്കല്ലേ, അവൾക്ക് അസൂയ ഒന്നാണ്. നീ അവളെ വല്ലതും ചെയ്തോ? ഏയ്, ഞാൻ അവളെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ഇങ്ങനൊന്നും ചെയ്യരുതിട്ടോ, മോശമാണെന്നൊക്കെ. അവൾക്കിപ്പോൾ നല്ല കുറ്റബോധമുണ്ട്. പാവം കുട്ടി ആകെ സങ്കടമായി. അവൾ പറയുകയും ചെയ്തു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. റൂബി, കാര്യം പറ, നീ അവൾ എന്താക്കി? ഞാൻ അവളെ എന്താക്കാൻ? എനിക്കെന്താ കൊട്ടേഷൻ പണിയാ? ആ പിക്ക്? ആ, അവളെ ഇനി ആരെങ്കിലും വന്ന് കൊല്ലുമെന്ന് പറഞ്ഞാൽ അവൾ ആ പിക്ക് പുറത്ത് കാണിക്കൂല. അത് സാർ പേടിക്കണ്ട. റൂബി, നീ എന്താ ചെയ്ത അവളെ? അവൾ ആളത്ര വെടിപ്പല്ല. അവളുടെ കുറച്ച് ഡീലിങ്സ് ഒക്കെ ഞാൻ വീട്ടിൽ അറിയിക്കുമെന്ന് പറഞ്ഞു. ദാറ്റ്സ് ഓൾ. എന്ത് ഡീലിങ്സ്? അതൊന്നും സാർ അറിയണ്ട. അവളിനി വേറെ വല്ല സീനും ഉണ്ടാക്കുമോ എന്നിട്ട്? ഏയ്, അവൾക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. ഇനി എന്തേലും വന്നാൽ തന്നെ നമ്മളതൊക്കെ പുഷ്പം പോലെ ഡീൽ ചെയ്യും. ഡോണ്ട് വറി. ഏതവന്മാരൊക്കെ? കോളേജ് കണ്ടിട്ടില്ലല്ലോ. അതൊന്നും കോളേജിലെ ഫ്രണ്ട്സ് അല്ല, പുറത്തുള്ളതാ. എവന്മാർക്കൊക്കെ എന്താ പണി റൂബി? സത്യം പറ. എല്ലാത്തിനും കണ്ടിട്ട് ഗുണ്ടകളുടെ ലുക്ക് ഉണ്ടല്ലോ, നിന്നെക്കാളും ഏജും ഉണ്ടല്ലോ. ഇവന്മാരുടെ കൂടെയാണോ നിന്റെ നടത്തം? ഇതൊക്കെ ഡേഞ്ചറാണ് കേട്ടോ റൂബി. അവരുടെ കൂടെ നടക്കുന്നതിൽ സേഫ്റ്റി എനിക്ക് വേറെ എവിടെയും കിട്ടില്ല. ബ്ലഡ് റിലേഷൻ ഇല്ലാന്നേ ഉള്ളൂ. ഒക്കെ എന്നെ ആങ്ങളമാരാ. എനിക്ക് വേണ്ടി ചാവും, വേണ്ടി വന്നാൽ കൊല്ലും. ഞാൻ കൊളോക്കിലി അല്ല അങ്ങനെ പറഞ്ഞതാ, സീരിയസ് ആയിട്ടൊന്നും പറഞ്ഞതല്ല. എന്തായത് സാർ എന്തേത്? അപ്പോൾ പിക്ക് ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് വൺ മോർ തിങ്, ആയിഷയുടെ അടുത്ത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. സാറിനാണ് ഫോട്ടോ വന്നത്, എൻ്റെ ഫോണിലേക്കാണ് ഫോട്ടോ വന്നതെന്നാണ് അവളുടെ അടുത്ത് പറഞ്ഞത്. അവൾക്ക് ഇപ്പോഴും സാറിൻ്റെ അടുത്ത് നല്ല കലിപ്പുണ്ട്. അവളോട് കാര്യം പറയണ്ടേ? വേണ്ട, പറയണ്ട. അവളെ കൽപ്പിൽ തന്നെ നിന്നോട്ടെ. അപ്പോൾ ഓക്കെ, നാളെ കാണാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സൂക്ഷിച്ചു പോ.
മോനെ നിനക്ക് ഫുഡ് വേണ്ട, നീ ഒന്നും കഴിച്ചില്ലല്ലോ ഇന്ന്. വരുന്നുമ്മ. ഐഷ ഖാലിദ്. പ്രസന്റ്. ആർക്കെല്ലാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മീറ്റ് മീ ആഫ്റ്റർ ക്ലാസ്. வார்த்தை தேவையில்லை வாழும் காலம் வரை பார்வை பார்வை மொழி பேசுவே நேற்று தேவையில்லை நாளை தேவையில்லை இன்று இந்த നൊടി പോതുമേ. മതി എഴുതി. രാഹുൽ, കുറെ നേരമായല്ലോ. ബുക്കിംഗ് കൊടുത്താ? ഇല്ല, ഞാൻ നോക്കട്ടെ എന്തൊക്കെ നീ ഞാൻ ഓൾറെഡി പൊളിഞ്ഞു നിൽക്കും. ബുക്കിംഗ് കൊടുത്താ? ഞാൻ നോക്കി. രാഹുൽ, ബുക്ക് അങ്ങോട്ട് കൊടുക്ക്. കണ്ടിന്യൂ റൈറ്റിംഗ്. அது கிடைத்தால் சொல்ல வேண்டும் எனக்கும் முதலிரே. ഇമോഷൻസ് കൺട്രോൾ ചെയ്യലാണോ അതോ നമ്മളത് ഹൈഡ് ചെയ്യോ? What is consumer behavior? ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സാണോ സ്ട്രോങ് ഓർ ലോജിക്? അപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ അതിൽ സ്ട്രോങ് ആയി നിൽക്കണം അല്ലേ? റൈറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ ആർക്കെങ്കിലും ഹേർട്ട് ആവുകയാണെങ്കിൽ ഇസ് ഇറ്റ് സ്റ്റിൽ റൈറ്റ്? സാറിനോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവരെ ഇൻറ്റൻഷനലി ഹേർട്ട് ചെയ്യുന്നത് എത്തിക്കലാണോ?